കഴിഞ്ഞ 2 ദിവസമായി സ്ഥലത്ത് തമ്പടിച്ചിരുന്ന ആനയാണ് അലൻ്റെ ജീവനെടുത്തത്. സംവിധാനങ്ങൾ വേണ്ട പോലെ ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെടില്ലായിരുന്നു. സർക്കാർ പ്രതിനിധികളും ജനപ്രതിനിധികളും നൽകിയ ഉറപ്പിന്മേൽ മരണപ്പെട്ട അലന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് കണ്ണാടൻ ചോല സ്വദേശി അലനെയും അമ്മ വിജിയെയും കാട്ടാന ആക്രമിക്കുന്നത്. പരിക്കേറ്റ അമ്മ വിജിയുടെ ശസ്ത്രക്രിയ പൂർത്തിയായി. വിജിയുടെ തോളെല്ലുകൾക്കും കഴുത്തിനും ചെവിക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അമ്മയുടെ ചികിത്സ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്ന് ജനപ്രതിനിധികൾ ഉറപ്പു നൽകി. അമ്മയുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായിട്ടും ആശുപത്രിയിൽ തന്നെ സർക്കാർ സംവിധാനത്തിൽ ചെയ്യുമെന്നുള്ള ഉറപ്പാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ പരിക്ക് പറ്റിയവർക്ക് മരിച്ചവരുടെ നഷ്ടപരിഹാര തുക നിങ്ങൾക്കറിയാം, അത് റിലീസ് ചെയ്യാൻ DFO തീരുമാനിച്ചിട്ടുണ്ട്. അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപയും അമ്മയുടെ ചികിത്സയ്ക്കായി 1 ലക്ഷം രൂപയും ഇന്ന് തന്നെ കൈമാറും. നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് 5 ലക്ഷം രൂപ ഇന്ന് തന്നെ ചെക്ക് കൊടുക്കും. അതുപോലെ ചികിത്സയുടെ ഭാഗമായിട്ട് 1 ലക്ഷം രൂപയ്ക്കുള്ള ചെക്കും ഇന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന നിലപാട് തന്നെയാണ് വനം വകുപ്പിന്. 2 ദിവസമായിട്ട് മഴ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും മൂവ്മെൻറ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസങ്ങളും. കാരണം നമ്മൾ അത്താണിപ്പറമ്പ് കേന്ദ്രീകരിച്ചുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയുണ്ട്. ആ ഗ്രൂപ്പിൽ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നൽകിയിട്ടുള്ളതാണ്. ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് MLAയും മന്ത്രിമാരും വരുന്നതെന്ന് പ്രദേശവാസികൾ. ഫോറസ്റ്റുകാർക്ക് പരിമിതികളുണ്ടെന്ന് മലമ്പുഴ MLA A. പ്രഭാകരൻ. തന്നാൽ കഴിയുന്ന രീതിയിൽ RRTക്ക് MLA ഫണ്ടിൽ നിന്നും വണ്ടി വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്നും MLA വ്യക്തമാക്കി. സ്വാഭാവികമായും ആന എന്ന് പറയുമ്പോൾ ഉള്ളിൽ കയറ്റി വിട്ടാലും അത് പോകുന്നില്ല. അത് അനാസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് പരിമിതമായ സ്റ്റാഫ്, പരിമിതമായ സൗകര്യം, ഇതൊക്കെ വെച്ചിട്ടാണ് അവരിത് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നാലാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വാഹനം വാങ്ങിക്കൊടുക്കലാണ്. ആ വാഹനം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിക്കണമുണ്ട് അവർ. ഇനിയൊരു ജീവൻ കൂടി നഷ്ടപ്പെടാതെ സംരക്ഷിക്കണം. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാവൂ. ക്യാമറമാൻ വേണുവിനോടൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.